ലോൺ ആപ്പുകൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് അങ്കമാലി കാര്യവിചാര സദസ്സ് സംവാദം സംഘടിപ്പിച്ചു. ലോൺ ആപ്പുകൾ നിരോധിക്കണമെന്ന് അങ്കമാലി കാര്യവിചാര സദസ്സ് ആവശ്യപ്പെട്ടു. ലോൺ ആപ്പുകൾ ജീവനൊടുക്കുന്നുവെന്ന വിഷയത്തിൽ നടന്ന സംവാദം ലോൺ ആപ്പുകളിലെ ചൂഷണത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്തു. കാര്യവിചാര സദസ്സിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തങ്കച്ചൻ വെമ്പ്ലേത്ത് അധ്യക്ഷത വഹിച്ചു. ജോർജ് സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. NP അവറാച്ചൻ, പോൾ പഞ്ഞിക്കാരൻ, ചെറിയാൻ മാഞ്ഞുരാൻ, വർഗീസ് പരിയാടൻ എന്നിവർ പ്രസംഗിച്ചു. ലോൺ ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുവാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് RSP ജില്ലാ സെക്രട്ടറി ജോർജ് സ്റ്റീഫൻ കാര്യവിചാര സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിപ്രായപ്പെട്ടു. സാമ്പത്തിക മേഖലയിലെ ചൂഷണങ്ങൾ ജനങ്ങളെ കടക്കണിയിൽപ്പെടുത്തുന്നതും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതുമായിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിഷ്ക്രിയത്വം തുടരുന്നതായി ജോർജ് സ്റ്റീഫൻ കുറ്റപ്പെടുത്തി. പുതിയ ന്യൂ ജനറേഷൻ ബാങ്കുകളുടെയൊക്കെ ലോൺ കൊടുക്കുന്നതൊക്കെ തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഈ ലോൺ ആപ്പുകൾ നിരോധിക്കണമെന്ന് പറയുന്ന ഒരു വാദത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും എല്ലാ ഗ്രാമങ്ങളിലും ടൗണുകളിലും ഒക്കെ മുട്ടിന് ഇഷ്ടംപോലെ ബ്രാഞ്ചുകൾ പൊതുമേഖല ബാങ്കുകളുടെയും ഷെഡ്യൂൾഡ് ബാങ്കുകളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും ആയിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിലും ഒരു ലോൺ എടുക്കാൻ ഒരു വായ്പക്കാരന് വായ്പ ലഭിക്കാതിരിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചുമില്ല. ഇന്ത്യയൊട്ടാകെ തന്നെ ധാരാളം ബ്രാഞ്ചുകൾ, ആയിരക്കണക്കിന് ബ്രാഞ്ചുകൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലുണ്ട്. അപ്പോൾ ഈ ലോൺ ആപ്പ് എന്ന് പറഞ്ഞ ഒരു സൗകര്യം അതൊരു പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് ആയാൽ പോലും ഇന്ത്യയിൽ ലോൺ ആപ്പുകൾ ആവശ്യമില്ല എന്നുള്ള ഒരു പക്ഷക്കാരനാണ്. കാരണം ഇന്ത്യയിലെ ജനങ്ങളുടെ നിരക്ഷരതയും അതുപോലെ പണം ലഭ്യമായാൽ അവർക്ക് മറ്റ് അത്യാവശ്യ കാര്യങ്ങളല്ല പ്രയോറിറ്റി നോക്കാതെ തന്നെ ലോൺ ഉപയോഗിക്കുന്ന ഒരു പ്രവണതയും കുടുംബങ്ങളും വ്യക്തികളും ഒക്കെ കടക്കണിയിൽ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഈസിയായിട്ട് ഈ ലോൺ ആപ്പ് വഴിയുള്ള സംവിധാനത്തിലൂടെ ലോൺ മേടിക്കുന്നതാണ് പല ദുരന്തങ്ങൾക്കും കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് ലോൺ ആപ്പ് വേണ്ട എന്നുള്ള ഒരു തീരുമാനം ഇന്ത്യ ഗവൺമെൻറ് എടുക്കണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. കാരണം പല ലോൺ ആപ്പുകളും വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ പല നിബന്ധനകളും അവർ പറയും. ആ നിബന്ധനകൾക്കൊക്കെ വഴങ്ങി ലോൺ എടുത്തതിന് ശേഷം ഇടനായിട്ടുള്ള പല നിബന്ധനകളും ഉണ്ടാവും. അത് അവരെ ബോധ്യപ്പെടുത്തുകയോ അവരുടെ സമ്മതമൊന്നും വാങ്ങുകയോ ചെയ്യില്ല. അത് ഒരു ആപൽഘട്ടത്തിൽ വരുമ്പോഴാണ് അവർ അത്തരത്തിലുള്ള നിയമങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ നമുക്കറിയാം അഞ്ചരക്കണ്ടിയിലെ ഡെൻ്റൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കേരളത്തിലൊരു ഹർത്താൽ പോലും കഴിഞ്ഞ ദിവസം നടന്നു. അത്രയും വലിയ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ സംഭവത്തിൻ്റെ അടിസ്ഥാന കാരണം ആ വിദ്യാർത്ഥി ലോൺ ആപ്പ് വഴി ഉപയോഗിച്ച ലോൺ കുടിശ്ശിക വന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ മാനസിക സംഘർഷമാണ്. പക്ഷെ ആ മാനസിക സംഘർഷത്തെ അതേപടി നമ്മുടെ മാധ്യമങ്ങൾ ഫോക്കസ് ചെയ്തില്ല എന്നുള്ളൊരു ആക്ഷേപം ഇരിക്കുന്നു. കാരണം ആ കോളേജിലെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകർ അവർ മോശമായ രീതിയിൽ ആ വിദ്യാർത്ഥിയോട് പെരുമാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജാതി അധിക്ഷേപമൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ വസ്തുതയായിരിക്കാം, ആരോപണങ്ങൾ തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളത് സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ഈ ലോൺ ആപ്പ് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായ ഫോൺ വിളികൾ ആ വിദ്യാർത്ഥിയെ മാത്രമല്ല അവിടുത്തെ ഒരു അധ്യാപികയ്ക്കും നിരന്തരം വന്നിരുന്നു. ആ അധ്യാപികയുടെ പേരും ഈ വിദ്യാർത്ഥിയുടെ അമ്മയുടെ പേരും ഒന്നായിരുന്നത് കൊണ്ട് തെറ്റിദ്ധാരണ മൂലമാണോ അതോ മറ്റൊരു ഫോൺ നമ്പർ കൂടി കൊടുക്കണമെന്നുള്ള നിബന്ധനയിൽ ആ വിദ്യാർത്ഥിയുമായിട്ടുള്ള അവരുടെ അടുപ്പം കൊണ്ട് അധ്യാപികയുടെ ഫോൺ നമ്പർ അറിഞ്ഞു കൊടുത്തതാണോ എന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും ആ അധ്യാപികയെ ഹറാസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അധ്യാപിക പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോകുന്നതും വിദ്യാർത്ഥിയെ വിളിപ്പിക്കുന്നതും അവിടുത്തെ സംഭാഷണങ്ങളൊക്കെ ഉണ്ടാകും. ആ സംഭാഷണങ്ങൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥിയെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാകും, വിദ്യാർത്ഥിക്ക് ഭയം ജനിപ്പിച്ചിട്ടുണ്ടാകും. കാരണം നമുക്കറിയാം ലോൺ എടുത്ത വിദ്യാർത്ഥിയെ ഹരാസ് ചെയ്യുന്നത് പോലെ തന്നെ പ്രത്യേകിച്ച് ഒരു അധ്യാപിക ഒരു വനിതയെ
അല്ലെങ്കിൽ ഒരു കുടുംബിനിയൊക്കെ ഹരാസ് ചെയ്യുമ്പോൾ അവരുടെ ഒരു മാനസിക സംഘർഷവും അവരുടെ പ്രതികരണങ്ങളും ഒക്കെ വലിയ തോതിലായിരിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും പ്രിൻസിപ്പളിൻ്റെയും മറ്റ് അധ്യാപകരുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വിദ്യാർത്ഥി ചെയ്ത ഒരു തെറ്റിനെ കൂടുതൽ ആ വിദ്യാർത്ഥിക്ക് ശകാരിക്കുകയും മാനസികമായി വിദ്യാർത്ഥിയെ സംഘർഷത്തിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ഈ ലോൺ ആപ്പ് വഴിയുള്ള അധ്യാപികയ്ക്കും അതുപോലെ ആ വിദ്യാർത്ഥിയെ ഹരാസ് ചെയ്ത വിഷയങ്ങളാണ്. ഒരു ചെറിയ തുകയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ലോൺ ആപ്പുകൾ അവരെ സംഘർഷത്തിലേക്ക് എത്തിക്കുന്നത്. അത് വലിയ പലിശയും എളുപ്പമായി കിട്ടുന്ന ഒരു സംവിധാനവും ഒക്കെയാണ്. സ്വാഭാവികമായിട്ടും മറ്റ് ബാങ്കുകളിൽ നിന്നും സഹകരണ ബാങ്കുകളിൽ നിന്ന് പോലും ഈ ഒരു ചെറിയ വായ്പ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പോലും പണം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരം ലോൺ ആപ്പുകളെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്നുള്ളതും അതിൽ ഉള്ള ചതിക്കുഴികൾ അതുകൊണ്ട് തന്നെ ആ ലോൺ ആപ്പുകൾ അത്തരം റിസ്ക് എടുക്കുമ്പോൾ അതിൻ്റെ പലിശയും അവരുടെ നിബന്ധനകളും ഒക്കെ കർക്കശമായി അവർ നിറവേറ്റും. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എങ്കിൽ അത്തരമൊരു സ്വാഭാവികമായ സാഹചര്യത്തിലേക്ക് ഈ പ്രവർത്തനങ്ങൾ ലോൺ ആപ്പുകൾ നടത്തുമ്പോൾ അത് താങ്ങുവാനുള്ള ഒരു ശേഷി യാതൊരു വരുമാനവുമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മറ്റ് ലോണുകൾക്കൊക്കെ അവരുടെ വരുമാനവുമായി ബന്ധപ്പെട്ടാണ് ഇതൊക്കെ വരുന്നതെങ്കിൽ ലോൺ ആപ്പുകൾ ഇത്തരം ചതിക്കുഴികളിലൂടെ തന്നെ വിദ്യാർത്ഥിയെ സംഘർഷത്തിലാക്കി അവരുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നോ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നോ ബന്ധുക്കളുടെ കയ്യിൽ നിന്നോ ഒക്കെ പണം വാങ്ങി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഭീഷണികൾ പ്രയോഗിക്കുന്നത്. അത് അവർക്ക് ഒട്ടുമുക്കാലും അത് വിജയിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ലോൺ ആപ്പുകൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ, യാതൊരു കർശനമായ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ചോദിക്കുന്നവർക്ക് ഒക്കെ ലോൺ കൊടുത്ത് അവരെ കടക്കണിയിൽപ്പെടുത്തി ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ ജീവനൊടുക്കാനും ഒക്കെ പോകുന്ന സാഹചര്യം. ഭൂരിപക്ഷം പേരും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ബന്ധുക്കളുടെ കയ്യിൽ നിന്നും മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നൊക്കെ പണം മേടിച്ച് ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് വലിയ തോതിൽ അതിന് സംബന്ധിച്ച് ആക്ഷേപങ്ങൾ വരാത്തത്. പക്ഷേ ഈ ആക്ഷേപങ്ങൾ ആരും പുറത്തു പറയാനും മടിക്കുന്നു എന്നുള്ളതാണ്. സർക്കാർ നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഓൺലൈൻ ലോട്ടറി പ്രസ്ഥാനം വന്നപ്പോൾ ആ ഓൺലൈൻ ലോട്ടറിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിലർ ഓരോ മണിക്കൂർ ഇടവിട്ട് ഓൺലൈൻ ലോട്ടറി നടത്തുകയും അതിൻ്റെ ഫലങ്ങൾ കാത്തിരിക്കുകയും ആ ഒരു മണിക്കൂറിനുള്ളിൽ ധാരാളം പണം ഇതിലേക്ക് മുടക്കും. അത് കഴിഞ്ഞ് അടുത്ത മണിക്കൂറിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇടയ്ക്ക് ബാറിൽ പോയി മദ്യപിച്ച് വീണ്ടും ലോട്ടറി എടുത്ത് അങ്ങനെ കുടുംബങ്ങൾ വലിയ കടക്കണിയിലാകുകയും അത് വലിയൊരു ബലഹീനതയായി ഒത്തിരി യുവാക്കൾ ഉൾപ്പെടെയുള്ളവരെ ബാധിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് സർക്കാർ മൊത്തം ഓൺലൈൻ ലോട്ടറി പ്രസ്ഥാനം നിരോധിച്ചത്. അത് നിരോധിച്ചതുകൊണ്ട് ആ കമ്പനികൾക്ക് SR ഗ്രൂപ്പ് അല്ലെങ്കിൽ അതുപോലെ റിലയൻസ് ഉൾപ്പെടെ നിരവധി കമ്പനികൾ വലിയ തുക മുടക്കിയിട്ടാണ് ഈ ഓൺലൈൻ ലോട്ടറി പ്രസ്ഥാനത്ത് വന്നത്. അവർക്കതിൽ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ പോലും ദേശീയ തലത്തിൽ അത് വലിയൊരു ദുരന്തമാണ് എന്ന് കണ്ടുകൊണ്ട് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റേണ്ട ഒരു സർക്കാർ അത് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ ഓൺലൈൻ ലോട്ടറികൾ നിരോധിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ സർക്കാരുകൾ ഈ ലോൺ ആപ്പ് സംവിധാനം ഇന്ത്യയിൽ ആവശ്യമില്ല എന്ന് കണ്ടു. കാരണം ബഹുഭൂരിപക്ഷം പേരും ലോൺ എടുക്കുന്ന സാഹചര്യങ്ങളും അല്ലെങ്കിൽ അവരെ ഇതിൻ്റെ നിയമങ്ങൾ ഒന്നും അവർക്ക് മനസ്സിലാകാൻ പറ്റാത്ത വണ്ണം നിരക്ഷരായിട്ടുള്ള സമൂഹത്തെയാണ് ലോൺ ആപ്പുകൾ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോൺ ആപ്പുകൾ നിരോധിക്കുന്ന ഒരു സാഹചര്യം സർക്കാർ അടിയന്തരമായി നടപ്പാക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടുന്നത്.
പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും സഹകരണ രംഗത്തും ആയിരക്കണക്കിന് ബാങ്കുകൾ മത്സരാധിഷ്ഠിതമായി തന്നെ പ്രവർത്തിക്കുമ്പോൾ ഡിജിറ്റൽ മേഖലയിൽ ഇത്തരം ആപ്പുകൾ ഇന്ത്യയിൽ ആവശ്യമില്ല. ലോൺ എടുക്കുമ്പോൾ കുറച്ച് നടപടിക്രമങ്ങൾ അവതരിപ്പിക്കുകയും ചെറിയ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ഒളിച്ചു വെച്ചിരുന്ന നടപടിക്രമങ്ങൾ അവതരിപ്പിച്ച് ഉപഭോക്താക്കളെ ഭയപ്പെടുത്തുന്ന ഫോൺ വിളികളുടെ കടുത്ത പീഡനമാണ് ഈ രംഗത്ത് നടക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, അങ്കമാലി. Sevens Golden Diamonds, Ermalur, Vadadala.